നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ സമഗ്രതരവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. റിസോർട്ട് ആരോപണത്തിൽ പി ജയരാജനെതിരെ സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനവുമായി ഇ പി ജയരാജൻ. തന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമം നടന്നുവെന്നും ഇതാണ് നിലപാടെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാതെ വഷളാക്കിയ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു. വിവാദം അന്വേഷിക്കാൻ സംസ്ഥാനത്ത് നിന്നുള്ള PB അംഗങ്ങളെ ചുമതലപ്പെടുത്തിയതായും സൂചനയുണ്ട്. തനിക്കെതിരെ പി ജയരാജൻ ആരോപണം ഉന്നയിച്ച അതേ ഘടകത്തിൽ മറുപടി പറഞ്ഞു ഇ പി ജയരാജൻ. വളരെ നേരത്തെ പാർട്ടിയോട് വിശദീകരിച്ച കാര്യങ്ങളാണ് ആരോപണമായി വീണ്ടും ഉയർന്നു വന്നത്. തനിക്ക് നേരിട്ട് ബന്ധമില്ലാത്ത കാര്യത്തിൽ ഇത്തരമൊരു ആരോപണം വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്ന സംശയവും ജയരാജൻ ഉയർത്തി. ഇതാണ് നിലപാടെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും ഇ പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ വ്യക്തമാക്കി. തുടർന്ന് പി ജയരാജനും ആരോപണം ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം വിശദീകരിച്ചു. കണ്ണൂരിലുള്ള രമേശൻ എന്നയാൾ തനിക്ക് എഴുതി നൽകിയ കാര്യങ്ങൾ പാർട്ടിയെ അറിയിക്കുകയായിരുന്നു. ഇ പി ജയരാജനെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്നും പി ജയരാജൻ വിശദീകരിച്ചു. രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള തർക്കം വഷളാകും വരെ പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോയ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വിമർശനമുയർന്നു. ഇ പിയെ പോലുള്ള മുതിർന്ന നേതാവിനെതിരെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആരോപണമുന്നയിക്കുന്നത് ശരിയാണോ എന്നും ചോദ്യങ്ങളുണ്ടായി. തുടർന്നാണ് വിഷയം പരിശോധിക്കാൻ സംസ്ഥാനത്തിനുള്ള PB അംഗങ്ങളെ ചുമതലപ്പെടുത്തിയത്. എന്നാൽ അന്വേഷണം എന്ന വാർത്ത CPM സംസ്ഥാന നേതൃത്വം നിഷേധിച്ചു. പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ചോർന്നതും CPM അന്വേഷിക്കും. സംസ്ഥാന സമിതിയിൽ ഉയർന്ന ആവശ്യത്തിൽ അന്തിമ തീരുമാനം സെക്രട്ടേറിയറ്റ് എടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുന്നു. സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഹൈക്കോടതി ജംഗ്ഷനിൽ ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കവേ ബസ് ഇടിക്കുകയായിരുന്നു. വൈപ്പിൻ സ്വദേശി ആന്റണിയാണ് മരിച്ചത്. സംഭവത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റിലായി. ദീപുകുമാറാണ് അറസ്റ്റിലായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കൊച്ചിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ കൊച്ചി DCP S ശശിധരൻ ഹൈക്കോടതിയിൽ ഹാജരായി. ബസ് സംഘടനകളുടെ സമരസമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന് കോടതി പറഞ്ഞു. ബസ്സുകളുടെ ഓവർടേക്കിംഗ് കൊച്ചി നഗരത്തിൽ നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. DCP കോടതി ശക്തമായ നടപടിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഊർജ്ജസ്വലമായി ചെയ്തുകൊണ്ട് ഇത് ഒരിക്കലും ഇനി വെച്ച് പുലർത്താൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ആക്സിഡൻസ് ഉണ്ടാവരുത്, ഇനിയൊരു അപകടമരണം ഉണ്ടാവരുത്. അതിന് ശക്തമായ നടപടി സ്വീകരിക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശം തന്നിരിക്കുന്നത്. ഞങ്ങൾ ശക്തമായ നടപടിയുടെ സംസ്ഥാന വ്യാപകമായി അമിതവേഗം നിയന്ത്രിക്കാൻ നിയമ നടപടികൾ കർശനമാക്കുമെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കി. കൊച്ചിയിലെ മാത്രമല്ല സംസ്ഥാന വ്യാപകമായി ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ അശ്രദ്ധമായും അമിത വേഗതയിലും ഓടിക്കുന്ന വാഹനങ്ങൾക്കെതിരെയുള്ള നിയമ നടപടികൾ കർശനമാക്കി വരികയാണ്. വളരെ കർശനമാക്കിയത് കൊണ്ടാണ് കർശനമാക്കുന്നു എന്നുള്ള പരാതിയും വളരെയധികം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധിവരെയെങ്കിലും അപകടങ്ങൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ അതിൻ്റെ പ്രവർത്തനം സജ്ജമാകുന്നതോടുകൂടി ഇത്തരം അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങളുടെ കൃത്യത നമുക്ക് മനസ്സിലാക്കാനും അവയ്ക്കെതിരെ നടപടികൾ കർശനമാക്കാനും കഴിയും. സംസ്ഥാനത്തെ എല്ലാ പ്രധാന റോഡുകളിലും സീബ്ര ലൈൻ അടയാളപ്പെടുത്തണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. സീബ്ര ലൈനിൽ വെച്ച് കാൽനട യാത്രക്കാരെ വാഹനമിടിച്ചാൽ ഡ്രൈവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കി. കാൽനട യാത്രക്കാരുടെ സുരക്ഷാ കാര്യത്തിൽ റോഡുകളുടെ അവസ്ഥ ദയനീയമാണെന്ന് കോടതി വ്യക്തമാക്കി. സീബ്ര ലൈനിൽ കൂടി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ പോലീസ് ജീപ്പ് ഇടിച്ച് കണ്ണൂർ സ്വദേശിനി മരിച്ച സംഭവത്തിൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ 48.32 ലക്ഷം രൂപ അനുവദിച്ചതിനെതിരായ അപ്പീൽ തള്ളിയാണ് ഉത്തരവ്. KSRTC ജീവനക്കാരുടെ ശമ്പള വിഷയത്തിൽ അന്ത്യശാസനവുമായി ഹൈക്കോടതി. ശമ്പളം ബുധനാഴ്ചയ്ക്കകം നൽകണമെന്നും അതിന് കഴിയില്ലെങ്കിൽ KSRTC പൂട്ടിക്കൊള്ളണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ബുധനാഴ്ചയ്ക്കകം ശമ്പളം നൽകാമെന്ന് KSRTC അറിയിച്ചു. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ജീവനക്കാരുടെ മാസശമ്പളം വരുമാനത്തിനനുസരിച്ചു മാത്രമേ നൽകാൻ സാധിക്കൂവെന്ന് കാട്ടി KSRTC സമർപ്പിച്ച സത്യവാങ്മൂലം പരിഗണിക്കവെയാണ് കോടതിയുടെ പ്രതികരണം. ജീവനക്കാരുടെ ശമ്പളം ബുധനാഴ്ചയ്ക്കകം നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ശമ്പളം നൽകാൻ കഴിയില്ലെങ്കിൽ KSRTC പൂട്ടിക്കൊള്ളൂവെന്നും ഹൈക്കോടതി പറഞ്ഞു. പൂട്ടിയാൽ 26 ലക്ഷം യാത്രക്കാർ ദുരിതത്തിലാകുമെന്ന് KSRTC വിശദീകരിച്ചപ്പോൾ യാത്രക്കാർ മറ്റു മാർഗങ്ങൾ നോക്കിക്കൊള്ളുമെന്നായിരുന്നു കോടതിയുടെ മറുപടി. തുടർന്നാണ് ബുധനാഴ്ചയ്ക്കകം ശമ്പളം നൽകുമെന്ന് KSRTC കോടതിയെ അറിയിച്ചത്.
മാസശമ്പളം വരുമാനത്തിനനുസരിച്ച് മാത്രമേ നൽകാൻ സാധിക്കൂവെന്നും ഏപ്രിൽ മുതലാണ് ഈ രീതി പിന്തുടരുക എന്നുമായിരുന്നു KSRTC സത്യവാങ്മൂലത്തിൽ അറിയിച്ചത്. കൂടുതൽ വരുമാനം ലഭിച്ചാൽ അതിന് അനുസൃതമായി ശമ്പളം നൽകും. ഏപ്രിൽ മുതൽ ശമ്പള വിതരണത്തിന് സഹായം നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും KSRTC സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സാക്ഷരതാ പ്രേരക് ES ബിജുമോൻ ജീവനൊടുക്കിയത് ഓണറേറിയം മുടങ്ങിയതിനെ തുടർന്നുണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത മൂലമെന്ന് കുടുംബം. സമരം ചെയ്തിട്ടും ഫലമുണ്ടായില്ലെങ്കിൽ ജീവനൊടുക്കേണ്ടി വരുമെന്ന് ബിജുമോൻ സങ്കടപ്പെട്ടിരുന്നതായി സുഹൃത്തുക്കളും പറയുന്നു. പ്രതിസന്ധി കനത്തതോടെ ഇതുവരെ 8 പേർ ജീവനൊടുക്കിയെന്ന് സാക്ഷരതാ പ്രേരക് അസോസിയേഷൻ ആരോപിക്കുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം 82ാം ദിവസവും തുടരുകയാണ്. നിങ്ങൾ കള്ളം പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ. ഈ പാട്ടും ഈ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയും നിലച്ചിട്ട് ഒരു പകലും ഒരു രാത്രിയും പിന്നിടുന്നു. അടുത്ത പകൽ ES ബിജിമോൻ എന്ന സാക്ഷരതാ പ്രേരകന്റെ ഓർമ്മകളാൽ പൊള്ളുകയാണ് സ്വദേശമായ പത്തനാപുരം. ഒരു ദിവസത്തേക്കുള്ള പച്ചക്കറി വാങ്ങാൻ പോലും കഴിയാതെ പോയ സർക്കാർ ഓണറേറിയം അനുവദിച്ചാൽ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാത്തിരുന്ന മകനാണ് ജീവനൊടുക്കേണ്ടി വന്നത്. മാസം തോറും എന്നെ ആശുപത്രി കൊണ്ടുപോകണം, അതിനൊന്നും അമ്മയെ എനിക്ക് നിവൃത്തിയില്ല അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. യാതൊരു നിവൃത്തിയില്ല, എനിക്കൊരു നിവൃത്തിയില്ല, എനിക്ക് നിവൃത്തിയില്ലെന്ന് എപ്പോഴും ഇരുന്ന് പറയും. ബജറ്റിലും സർക്കാർ തങ്ങളെ പരിഗണിച്ചില്ലെന്ന സങ്കടവും ബിജുമോനെ വല്ലാതെ അലട്ടിയിരുന്നു. ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും ഗതികെട്ട നിമിഷത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയാം അങ്ങനെ പറയരുത്, നമുക്ക് എന്തായാലും ഒരു തീരുമാനം സർക്കാർ അനുകൂലമായിട്ട് വരുമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ബഡ്ജറ്റിലൊന്നും ഞങ്ങൾക്കൊന്നും അനുകൂലമായിട്ട് വന്നില്ല. അങ്ങനെയൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നില്ല, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ആയില്ലല്ലോ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു. സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം സാക്ഷരതാ പ്രേരക്മാർക്ക് ഓണറേറിയം ലഭിച്ചിട്ട് 6 മാസമായി. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം 82 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നുമില്ല. ജീവിതം പ്രതിസന്ധിയിലായതോടെ 8 പേർ ജീവനൊടുക്കിയെന്ന് പ്രേരക് അസോസിയേഷൻ ആരോപിച്ചു. ഇതിലിപ്പോൾ ചർച്ച നടന്നിട്ട് കാര്യമില്ല, പൈസ കിട്ടലാണ് കാര്യം. അത് സംബന്ധിച്ച് നമ്മൾ ചില ചർച്ച നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് അതിനെപ്പറ്റി ചില നടപടികൾ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 പതിറ്റാണ്ടിലേറെ കാലം അക്ഷരമന്യമായി പോയവർക്കൊപ്പം സഞ്ചരിച്ച് അറിവും അക്ഷരവും പകർന്ന ബിജുമോന്റെ മരണത്തോടെ ഇടതു സർക്കാർ ചോദ്യമുനമ്പിലാണ്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം വഴുതക്കാട് അക്വേറിയം കടയിൽ വൻ തീപിടുത്തം. MP അപ്പൻ റോഡിലെ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. കട പൂർണ്ണമായും കത്തിയമർന്നു. 4 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. മറ്റുള്ള വാർത്തകളിലേക്ക്. നികുതി പിരിവിലെ CAG റിപ്പോർട്ടിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. ജനങ്ങൾ അധിക നികുതി അടയ്ക്കരുതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. നടപടി വന്നാൽ കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന് സുധാകരൻ പറഞ്ഞു. എന്നാൽ K സുധാകരന്റെ ആഹ്വാനം അറിഞ്ഞില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ വർദ്ധിപ്പിച്ച കാര്യം കൊടുക്കണ്ടെന്ന്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇപ്പോ അല്ല, ഞാനത് കണ്ടില്ല, ഞാനത് പറഞ്ഞില്ല, അഭിപ്രായം പറഞ്ഞില്ല. നികുതി ബഹിഷ്കരിക്കണമെന്ന ആവശ്യത്തോട് യോജിപ്പില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. നികുതി പിരിക്കാതെ ഒരു സർക്കാരിനും മുന്നോട്ട് പോകാനാവില്ലെന്നും നികുതിയുടെ പേരിൽ പാവങ്ങളെ കൊള്ളയടിക്കുന്നതാണ് അവസാനിപ്പിക്കേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നികുതി ബഹിഷ്കരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അത്തരം ഒരു സമീപനം ഞങ്ങൾക്കില്ല. കാരണം ടാക്സ് പിരിക്കാതെ ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാനാവില്ല. ഞങ്ങളുടെ ആക്ഷേപം പാവപ്പെട്ടവരുടെ അധികം നികുതി ഈടാക്കുകയും പണക്കാരുടെ നികുതി പിരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയുന്നേയില്ല. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ നികുതി പിരിവിൽ സംസ്ഥാനത്ത് ഗുരുതര വീഴ്ച എന്ന CAG റിപ്പോർട്ടിനെ ചൊല്ലിയാണ് പുതിയ രാഷ്ട്രീയ വിവാദം. CAG റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നാണ് സർക്കാർ വാദം. എന്നാൽ നികുതി വകുപ്പിന്റെ പൂർണ്ണ പരാജയമാണ് CAGയുടെ കണ്ടെത്തലെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. നികുതി പിരിവിൽ ഗുരുതര വീഴ്ചയെന്നായിരുന്നു CAG കണ്ടെത്തൽ. 5 വർഷം കൊണ്ട് 7100 കോടിയിലധികം രൂപ നികുതി കുടിശ്ശിക വന്നെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ
ഇത് പൂർണ്ണമായും തള്ളുകയാണ് സർക്കാർ. മുൻപുള്ള റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നതാണ് ദീർഘകാലമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ്. എന്തായാലും അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പോയിട്ടാണ് കാര്യങ്ങൾ വരേണ്ടത്. എന്തായാലും ഒരു കാര്യം ക്ലിയറാണ്, ആ റിപ്പോർട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള മറുപടികളുണ്ട്. കോടതി ഇടപെടലുകളാണ് നികുതി പിരിവിന് തടസ്സമെന്ന് സർക്കാർ പറയുന്നു. പ്രതിപക്ഷം ഇതിനെ ചോദ്യം ചെയ്യുകയാണ്. നികുതി വകുപ്പ് പരാജയമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് CAG കണ്ടെത്തലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അരാജകത്വമാണ് ടാക്സസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. ആർക്കും എവിടെ നിന്ന് വേണമെങ്കിൽ ഏത് സംസ്ഥാനത്ത് നിന്ന് വേണം കൊണ്ടുവന്ന് കേരളത്തിൽ വിൽക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ല. പിന്നെ എവിടെ നിന്ന് ടാക്സ് കിട്ടുന്നത്? ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിന് CAG റിപ്പോർട്ടും പുതിയ ആയുധമാണ്. തോട്ടം മേഖലയിലെ നികുതി പിരിവ് അവസാനിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് നിയമപ്രാബല്യമായി കഴിഞ്ഞു. തോട്ടം മേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്താണ് നികുതി ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനമെങ്കിലും സാധാരണക്കാർക്ക് നികുതി ഏർപ്പെടുത്തുകയും വൻകിടക്കാരെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന പ്രചരണവും സർക്കാരിനെതിരെ ഉയർന്നു കഴിഞ്ഞു. സാമ്പത്തിക സ്ഥിതി ഇത്രയേറെ മോശമായിട്ടും നികുതി പിരിവിൽ വലിയ അലംഭാവമാണ് സർക്കാർ കാട്ടിയത്. പുതിയ നികുതി ചുമത്തി ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് നികുതി പിരിവ് ഊർജിതമാക്കുന്നില്ലെന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നു. CAG റിപ്പോർട്ട് കൂടി വന്നതോടെ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ്. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണീർ തോരാതെ തുർക്കിയും സിറിയയും. ഭൂകമ്പത്തിൽ മരണസംഖ്യ 22,000 കടന്നു. പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രതികൂലമാകുന്നുണ്ട്. മനുഷ്യവികാരങ്ങളുടെ സമ്മിശ്ര കേന്ദ്രമാവുകയാണ് ദുരന്തബാധിത പ്രദേശങ്ങൾ. ഭൂകമ്പമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷവും ജീവനോടെ ആളുകളെ രക്ഷപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഒരിടത്ത്. തൊട്ടടുത്തോ മറ്റോ അതേസമയം പ്രതീക്ഷയോടെ തെരച്ചിൽ നടത്തുന്നവർക്ക് നിരാശയാകും. ജീവനറ്റ ശരീരങ്ങളെ നിർവികാരതയോടെ എടുത്തുമാറ്റുന്നവർ. ഭൂകമ്പമുണ്ടായി 100 മണിക്കൂറും പിന്നിട്ടു. 1 ലക്ഷത്തിലേറെ രക്ഷാപ്രവർത്തകരാണ് തെരച്ചിൽ നടത്തുന്നത്. തെരച്ചിലിന്റെ ആദ്യ ദിവസത്തെ പ്രതീക്ഷ ഇപ്പോൾ മായുകയാണ്. കൊടും തണുപ്പും മഴയും നിരന്തരം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഭൂകമ്പത്തെ അതിജീവിച്ച പലർക്കും സാഹചര്യങ്ങളെ മറികടക്കാനാകില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യജന്തു ശരീരങ്ങൾ അഴുകുന്നതും പകർച്ചവ്യാധികളും കെട്ടിടങ്ങൾ തകർന്നുണ്ടായ പൊടിയും മാലിന്യങ്ങളും രണ്ടാം ദുരന്തമായി മാറുമെന്നാണ് മുന്നറിയിപ്പ്. തുർക്കിയിൽ വിവിധ ലോകരാജ്യങ്ങളുടെ സഹായം എത്തുന്നുണ്ടെങ്കിലും സിറിയയിൽ അതല്ല സ്ഥിതി. മിക്ക ലോകരാജ്യങ്ങളും ഉപരോധം നീക്കാത്തതിനാൽ UN-ന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഇക്കഴിഞ്ഞ ദിവസമാണ് UN വഴി സഹായം സിറിയയിലേക്ക് എത്തിയത്. ഭൂകമ്പത്തിൽ ഇദ്ലിബിലെ ഡാം തകർന്നത് സാക്രിൻ മേഖലയെ വെള്ളത്തിനടിയിലാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ജനത്തെ വലച്ച് കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരുടെ വിനോദയാത്ര. 60 ജീവനക്കാരിൽ 21 പേർ മാത്രമാണ് ഇന്ന് ഓഫീസിൽ ജോലിക്കെത്തിയത്. സംഭവം വിവാദമായപ്പോൾ നടപടിയുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. MLA KU ജനീഷ് കുമാർ നേരിട്ടെത്തി ഓഫീസിൽ പരിശോധന നടത്തി. കോന്നി തഹസീൽദാർ കുഞ്ഞച്ചൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് കൂട്ട അവധിയെടുത്തത്. ഇതിൽ 21 ജീവനക്കാരാണ് മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് പോയത്. 19 ജീവനക്കാർ അവധിയെടുക്കാതെയാണ് ജോലിക്ക് ഹാജരാകാതിരുന്നത്. സംഭവം വിവാദമായതോടെ KU ജനീഷ് കുമാർ MLA കോന്നി താലൂക്ക് ഓഫീസിലെത്തി പരിശോധന നടത്തി. എന്തായാലും വലിയ നിലയിലുള്ള ഒരു പോരായ്മയാണ് ഈ ഓഫീസിൽ ഉണ്ടായിട്ടുള്ളത്. മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടെ
വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തിയവരും വലഞ്ഞു. ഇവിടെ വന്നത് കറ്റത്ത് വെച്ച് കിടക്കുന്ന 2 കടച്ചർ ബടി അതിന് അപേക്ഷ എഴുതിക്കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നപ്പം അതിന് പ്രധാനപ്പെട്ട ആരും ഇവിടെ ഇല്ല. ജീവനക്കാർ കൂട്ട അവധിയെടുത്ത സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. കർശനമായ നടപടിയായിരിക്കും ഈ കാര്യത്തിൽ സർക്കാർ എടുക്കുക. ഒരു കോംപ്രമൈസും ആരുമായും ആ കാര്യത്തിൽ ചെയ്യാനില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കോന്നി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. കൊച്ചി കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസ് അന്വേഷണം കൂടുതൽ പേരിലേക്ക്. മെഡിക്കൽ കോളേജിലെ ജനന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പോലീസ് പരിശോധിച്ചു തുടങ്ങി. ആശുപത്രിയിലെ എത്താത്ത യുവതിയുടെ പേരിൽ OP IP രേഖകൾ ഉണ്ടാക്കിയതായി കണ്ടെത്തി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ മുൻ അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് അനിൽകുമാർ, ആശുപത്രിയിലെ നഗരസഭാ ജീവനക്കാരി രഹന എന്നിവരാണ് നിലവിൽ പ്രതിസ്ഥാനത്തുള്ളത്. എന്നാൽ സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കുട്ടിയെ കൈമാറിയ അനൂപിന്റെ ഭാര്യയുടെ പേരിൽ OP IP ചീട്ടുകളെടുത്തതായി രേഖയുണ്ടാക്കിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ ആശുപത്രിയിൽ എത്തിയില്ലെന്ന് പോലീസിന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അതിനാൽ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പങ്കും സംശയത്തിന് നിഴലിലാണ്. ഇതോടെയാണ് ആശുപത്രിയിലെ കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം. മെഡിക്കൽ കോളേജിലെ ജനന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പോലീസ് പരിശോധിച്ചു തുടങ്ങി. മുഴുവൻ റെക്കോർഡ് വിവരങ്ങളും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം CCTV ക്യാമറ ദൃശ്യങ്ങളും ജനന വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് തെളിവുകളും ശേഖരിച്ചു വരികയാണ്. കുഞ്ഞിനെ കൈവശം വെച്ച ദമ്പതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ സംഘം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയ ശേഷമാകും വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുക. ന്യൂസ് 18 കൊച്ചി. ഉമ്മൻചാണ്ടിയെ ചികിത്സയ്ക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റുന്ന കാര്യം ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി സംസാരിച്ചും ഡോക്ടർമാരുമായി സംസാരിച്ചും തീരുമാനിക്കുമെന്ന് ബെന്നി ബെഹനാൻ. നെയ്യാറ്റിൻകര നിംസിൽ ചികിത്സയിലുള്ള ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നേരത്തെ ഇരുന്ന പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നലെ നമ്മുടെ നിംസ് മെഡിസിറ്റിയുടെ തന്നെ മെഡിക്കൽ ബോർഡ് കൂടി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഗവൺമെന്റും ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആ മെഡിക്കൽ ബോർഡും ഇന്നലെ വൈകിട്ട് വന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ സ്പെഷ്യൽ ബാലറ്റുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ്. കോടതിയുടെ സേഫ് കസ്റ്റഡിയിലുള്ള സ്പെഷ്യൽ ബാലറ്റുകൾ ഉൾപ്പെടെയുള്ള ഇലക്ഷൻ സാമഗ്രികൾ പരിശോധിക്കും. കേസിലെ കക്ഷികൾക്കും ഒപ്പം അവരുടെ അഭിഭാഷകർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകർക്കും പരിശോധനയിൽ പങ്കെടുക്കാം. അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 ഹൈക്കോടതിയിൽ വെച്ചായിരിക്കും പരിശോധന. ഹൈക്കോടതി നിർദ്ദേശം കേസിൽ നിർണായകമെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ പ്രതികരിച്ചു. ബെൽത്തങ്കടി ഭൂമിയിടപാടിൽ PV അൻവർ MLA പ്രഥമദൃഷ്ട്യാ വഞ്ചന നടത്തിയതായി ക്രൈംബ്രാഞ്ച് ആദ്യ റിപ്പോർട്ട് നൽകിയതിന് തെളിവ്. എന്നാൽ അന്തിമ റിപ്പോർട്ടിലാണ് അൻവറിന് അനുകൂലമായി ക്രൈംബ്രാഞ്ച് DYSP വിക്രമൻ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. ബെൽത്തങ്കടി ക്രഷർ റിപ്പോർട്ടിൽ PV അൻവർ MLA പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ റിപ്പോർട്ട്. സലീം നടുത്തൊടിയുമായുള്ള ക്രഷർ ഇടപാടിൽ അൻവർ പ്രഥമദൃഷ്ട്യാ വഞ്ചന നടത്തിയെന്ന് 2021 സെപ്റ്റംബർ 30 മഞ്ചേരി CJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിലുണ്ട്. അൻവർ സലീമിന് കാണിച്ചു കൊടുത്ത ബെൽത്തങ്കടിയിലെ ക്രഷറും 1 ഏക്കർ 60 സെന്റും പാട്ടഭൂമിയിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായും ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന P വിക്രമന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. കൃത്യം 3 മാസം കഴിഞ്ഞ ശേഷം P വിക്രമൻ നൽകിയ റിപ്പോർട്ടാകട്ടെ അൻവറിന് അനുകൂലവും. മമ്പാട് MES കോളേജിൽ PV അൻവർ MLAയുടെ സഹപാഠിയും സുഹൃത്തുമായിരുന്നു ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന P വിക്രമൻ. റിപ്പോർട്ടിലെ പിഴകൾ സലീം കോടതിയെ ചൂണ്ടിക്കാട്ടിയതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ P വിക്രമനെ മഞ്ചേരി CJMലെ മജിസ്ട്രേറ്റ് വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിരുന്നു. P വിക്രമന്റെ ആദ്യ റിപ്പോർട്ട് വസ്തുതാപരമായി ശരിയായിരുന്നെങ്കിലും പിന്നീട് നൽകിയ 2 റിപ്പോർട്ടുകളും അൻവറിന് അനുകൂലമായതാണ് ദുരൂഹതയുയർത്തുന്നത്. P വിക്രമനും അൻവറും തമ്മിലുള്ള സൗഹൃദവും MLAയ്ക്ക് വേണ്ടി ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതെന്നാണ് ആക്ഷേപം. ക്രൈംബ്രാഞ്ച് DYSP P വിക്രമന്റെ ആദ്യ റിപ്പോർട്ട് അങ്ങനെ അട്ടിമറിക്കപ്പെട്ടു. രണ്ടാമത് വിക്രമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാകട്ടെ അൻവറിന് ക്ലീൻ ചിറ്റും നൽകി. ആർക്കു വേണ്ടിയാണ് P വിക്രമൻ ഈ റിപ്പോർട്ട് അട്ടിമറിച്ചത്? ഉത്തരം നൽകാൻ ആഭ്യന്തര വകുപ്പും ബാധ്യസ്ഥമാണ്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.